ഔദ്യോഗിക പദവികളിൽ ഇരുന്നവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഇന്ത്യയിൽ പുതിയ കാര്യമല്ല. ദേശീയ തലത്തിൽ പല IAS ഉദ്യോഗസ്ഥരും രാജിവെച്ച് രാഷ്ട്രീയ നേതാക്കളായിട്ടുണ്ട്. മറ്റു ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. മിക്കവാറും അത് വിവിധ വകുപ്പുകളിലെ സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ അടുത്തിടെ ഭരണ നിയന്ത്രണത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തികൾ അവരുടെ സർവീസിന്റെ അവസാന കാലത്തോ വിരമിക്കൽ പ്രായമായ ശേഷമോ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുണ്ട്. കോടതികളിലെ ജഡ്ജിമാർ വിരമിച്ച ശേഷം ഭരണകക്ഷിക്കൊപ്പം ചേരുന്നതിനും ഇന്ത്യൻ ജനാധിപത്യം സാക്ഷിയായിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചതിനു ശേഷം ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രാജ്യസഭാംഗമായത് പലരെയും ഞെട്ടിച്ചതാണ്. രാഷ്ട്രപതിയുടെ നോമിനേഷനിലൂടെയാണ് രാജ്യസഭയിൽ എത്തിയത് എങ്കിലും BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് ഈ ശുപാർശ നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ നടന്നതുപോലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഭരണത്തിന്റെ ഭാഗമാകുന്നു. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ കേരള മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്നു. 2003 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് രത്തൻ യു ഖേൽക്കർ. കണ്ണൂർ കളക്ടറായും കേരള മെഡിക്കൽ മിഷൻ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തസ്തികയിൽ നിന്ന് ഔദ്യോഗിക ട്രാൻസ്ഫർ ആയിട്ടാണ് രത്തൻ യു ഖേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറിന്റെ പേര് നിർദ്ദേശിച്ചത് VD സതീശൻ തന്നെയാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ച് ഉത്തരവിറക്കിയിരുന്നു. 20 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുള്ളത്. രത്തൻ ഖേൽക്കർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് 2024 ഡിസംബർ 4-നാണ്. ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്ന ചോദ്യം രത്തൻ ഖേൽക്കറുടെ നിയമനം എന്തിനെങ്കിലുമുള്ള പ്രത്യുപകാരമാണോ എന്നാണ്. രാഷ്ട്രീയ എതിരാളികളും പൊതുസമൂഹവും ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഈ വിമർശനത്തിന് ഒരു അടിസ്ഥാനവുമുണ്ട്. കോൺഗ്രസിന്റെ തന്നെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോജിക്ക് അനുസരിച്ചാണ് എങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള പ്രത്യുപകാരമാണ് ഈ സ്ഥാനലബ്ധി എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാനാകും? കാരണം വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP അധികാരം കിട്ടി സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായതിന് പിന്നാലെ അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. ഇതിനെ വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ഇത് കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ബാധകമാണോ എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. അതോ കേരളത്തിലാകുമ്പോൾ സതീശന്റെ കാര്യത്തിലാകുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാകുമോ എന്നാണ് ചോദ്യം. കേരളത്തിൽ ഡീൽ ആരോപണം CPM-ഉം കോൺഗ്രസും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പരസ്പരം ആരോപിക്കുന്നുണ്ട്. എതിർപക്ഷത്ത് BJP ആയിരുന്നു എന്ന സാമ്യതയുമുണ്ട്. കോൺഗ്രസ് ആണ് CPM BJP ഡീൽ ആരോപണം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ ഡീൽ ആരോപണം കൃത്യമായി അന്തരീക്ഷത്തിൽ നിലനിർത്തി പോകാനും സാധിച്ചു. കേരളത്തിൽ LDFന്റെ പരാജയം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വ്യാപകമായി CPM ഹാൻഡിലുകൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ആരോപണത്തിന് ബലം പകരുന്ന രീതിയിലാണ് ഇപ്പോൾ രത്തൻ ഖേൽക്കറെ തന്നെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവ് വരുന്നത്. ഇതാണ് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയതും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ വന്നതും ചിലർ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബംഗാളിൽ BJP മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറി ആക്കിയത് വോട്ട് ചോരിക്കുള്ള സമ്മാനമാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതാണ്. കാരണം ബംഗാളിൽ SIR വലിയ വിവാദമായതാണ്. 90 ലക്ഷത്തോളം ആളുകളുടെ വോട്ടാണ് അവിടെ വെട്ടിപ്പോയത്. 10 കോടി ജനസംഖ്യയുള്ള ബംഗാളിൽ SIR നിലവിൽ വരുന്നതിന് മുൻപ് 7 കോടി വോട്ടർമാരുണ്ടായിരുന്ന ബംഗാളിൽ 1 കോടിയോളം വോട്ടർമാർക്കാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടത്. അതിന് ചുക്കാൻ പിടിച്ച് BJP അധികാരത്തിൽ എത്തിച്ചതിന് BJPയുടെ സമ്മാനമാണ് എന്നാണ് കോൺഗ്രസ് ആരോപണത്തിന്റെ കാതൽ. അതേ ലോജിക്ക് വെച്ചാണ് എങ്കിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ സഹായിച്ചതിന് പ്രത്യുപകാരമായിരിക്കുമല്ലോ രത്തൻ ഖേൽക്കറുടെ നിയമനം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കൂളിംഗ് പീരീഡ് പോലും പാലിക്കാതെയാണ് രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയായി നിയമിച്ചത്. ഇത്ര തിടുക്കം എന്തിനായിരുന്നു എന്ന ചോദ്യമല്ലേ ഉയരുന്നത്? നിലപാട് വ്യക്തമാക്കേണ്ടതും മറുപടി പറയേണ്ടതും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവുമാണ്. മുഖ്യമന്ത്രി VD സതീശനാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് VD സതീശൻ നടത്തിയ മംഗലാപുരം യാത്ര, അവിടെ സംഘപരിവാർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 12 മന്ത്രിമാർ തോൽക്കുമെന്ന പ്രവചനം, ഇതെല്ലാം ചേർത്ത് വായിച്ച് ഒപ്പം ഖേൽക്കറുടെ നിയമനം കൂടി കൂട്ടി വായിക്കുമ്പോൾ സംശയം ജനിപ്പിക്കുന്ന പല ഉത്തരങ്ങളും ലഭിക്കും. ഇതിനോട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല.
ബംഗാളിലെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ കേരളത്തിൽ നിയമനം നൽകിയത് ശരിയാണോ എന്നാണ് മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ P. രാജീവ് ചോദിച്ചത്. ബംഗാളിലെ നിലപാടാണോ ഇക്കാര്യത്തിൽ കേരളത്തിലും എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIR പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ച രക്തൻ ഖേൽക്കറുടെ നിയമനം സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നു. ജാതിയും മതവും നോക്കി വോട്ടവകാശം റദ്ദാക്കുന്ന മോദി നയങ്ങൾ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥരെ തന്നെ തങ്ങളുടെ ഉപദേഷ്ടാക്കളാക്കിയ ബംഗാളിലെ BJP ഗവൺമെന്റിന്റെ വഴിക്ക് സഞ്ചരിക്കാനാണോ കേരള മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. കേരളത്തിലും പരമാവധി പേർക്ക് മതവും ജാതിയും നോക്കി വോട്ടവകാശം നിഷേധിക്കാൻ ഉത്സാഹിച്ച കേന്ദ്ര നയങ്ങളുടെ വിശ്വസ്ത വിധേയനായാണ് രക്തൻ ഖേൽക്കർ എന്ന IAS ഓഫീസർ കേരളത്തിൽ പ്രവർത്തിച്ചത് എന്നും ഇത് സംശയം ഉയർത്തുന്നുണ്ട് എന്നും ബിനോയ് വിശ്വം പറയുന്നു. ബംഗാളിലെ നിലപാട് തന്നെയാണോ കേരളത്തിലും എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നാണ് VK സനോജും ആവശ്യപ്പെട്ടത്. ഭൂലോക ഇരട്ടത്താപ്പ് സംഘമാണ് രാഹുൽ ഗാന്ധിയും കമ്പനിയും എന്നാണ് K. സുരേന്ദ്രൻ വിമർശിച്ചത്. ബംഗാളിൽ തെറ്റായത് കേരളത്തിൽ എങ്ങനെ ശരിയാകുന്നു എന്നാണ് സുരേന്ദ്രന്റെ ചോദ്യം. മൂന്നാർ ദൗത്യത്തിന്റെ ആദ്യ ദൗത്യ സംഘത്തലവൻ K. സുരേഷ് കുമാർ IASന്റെ ആദ്യത്തെ മകൻ അനന്തു സുരേഷ് കുമാർ ഇട്ട ഒരു പോസ്റ്റ് കൂടി ഇവിടെ വായിച്ചു പോകാം. ഇനി യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM പറഞ്ഞു തുടങ്ങുന്നത് പോലെ രത്തൻ ഖേൽക്കർ അങ്ങനെ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് മനഃപൂർവ്വം CPMനെ തോൽപ്പിച്ചതായിരിക്കുമോ? ഒരു കാരണവശാലുമല്ല. സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് രത്തൻ ഖേൽക്കർ സെക്രട്ടറി ആയിരുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേരിട്ട് ഭരിച്ച ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടത് സർക്കാരും നിങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് കൂടി ഇൻഫോ പാർക്ക് ചെയർമാൻ സ്ഥാനത്ത് പോലും പ്രതിഷ്ഠിച്ച് ഇരുത്തിയ രത്തൻ ഖേൽക്കർ നിങ്ങളുടെ തന്നെ പിണറായി രാജാവിനെ താഴെ ഇറക്കാൻ കൃത്രിമം കാട്ടിക്കാണുമോ എന്നാണ് അനന്തു സുരേഷ് കുമാറിന്റെ ചോദ്യം. 2006 VS അച്യുതാനന്ദൻ സർക്കാർ മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചു. മൂന്നാറിലെ അതിശക്തരായ കയ്യേറ്റക്കാർക്ക് അവിടെയുള്ള മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരുമായും വളരെ നല്ല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ VS ദൗത്യം തുടങ്ങുന്നതിന് മുൻപ് മൂന്നാറിലെ മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റാൻ ഉത്തരവിട്ടു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ ഉത്തരവനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും മാറ്റി, ഒരാളെ ഒഴിച്ച്. അന്ന് ദേവികുളം സബ് കളക്ടർ ആയിരുന്ന ഇന്നത്തെ ഇതേ രക്തൻ ഖേൽക്കർ. അപ്പോൾ ഖേൽക്കർ അങ്ങ് CPMനും തള്ളിക്കളയാൻ പറ്റുന്ന ആളല്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ആരെ നിയമിക്കണം എന്നത് സംസ്ഥാന സർക്കാരിന്റെ അവകാശമാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. രക്തൻ ഖേൽക്കർ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് എന്നും നിയമനത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ UDF അണികളും പ്രതിരോധവുമായി രംഗത്ത് വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ LDFന്റെയും UDFന്റെയും സർക്കാരുകളുടെ കാലത്ത് സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ സെക്രട്ടറിമാരാക്കിയ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് UDF ഹാൻഡിലുകൾ. മുൻപ് 1996 EK നായനാർ സർക്കാരിന്റെ കാലത്ത്, അതുപോലെ പിന്നീട് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലത്ത് സമാനമായ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമിച്ച നളിനി നെറ്റോയെ പിന്നീട് VS സർക്കാർ നിലനിർത്തിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വസ്തുതയാണ് എങ്കിലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യമല്ല അന്നത്തേത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇടത് ഹാൻഡിലുകൾ വാദിക്കുന്നത്. അന്ന് കേന്ദ്രത്തിനോ BJPക്കോ വേണ്ടി പണിയെടുക്കുന്ന കമ്മീഷൻ ഉണ്ടായിരുന്നില്ല എന്നും തിരിച്ച് മറുപടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ. കാര്യം എന്തായാലും ബംഗാളിൽ BJP നടത്തിയ നിയമനത്തെ കോൺഗ്രസിനെ വിമർശിക്കാമെങ്കിൽ അതേ നിയമനം ഇവിടെ കേരളത്തിൽ എങ്ങനെ നടത്താനാകും? അവിടെ നടത്തിയ വിമർശനത്തിന് കേരള ഘടകം കൂടി ബാധകമാകുമോ? അതോ കേരളത്തിലേത് വിശുദ്ധ നിയമനവും വിശുദ്ധ കമ്മീഷനുമാകുമോ? നിലപാട് പറയേണ്ടത് മുഖ്യമന്ത്രി സതീശനും കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR നയിച്ചതും അതിലെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നതും രക്തൻ ഖേൽക്കർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരുന്നു. ജോലി സമ്മർദ്ദം മൂലം ബ്ലോക്ക് ലെവൽ ഓഫീസർ സ്വയം ജീവൻ എടുത്തു എന്ന ആരോപണം ഉയർന്നപ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കർക്കശമായ നിലപാടാണ് എടുത്തത്. അത് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും പൊതുസമൂഹത്തിലും അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു. അന്ന് കോൺഗ്രസും CPMും ഒരുപോലെ ഖേൽക്കറിനെതിരെ തിരിഞ്ഞിരുന്നു. അന്ന് BJP മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പിന്തുണച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നിയമസഭയിലെ 140 സീറ്റുകളിൽ 102 എണ്ണം നേടി വൻ വിജയം നേടിയപ്പോഴും രത്തൻ ഖേൽക്കർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു നിലപാട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചപ്പോൾ മറ്റൊരു നിലപാട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നതായി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനം.